നമ്മൾ എന്തിന് ഇവിടുത്തെ ഡെന്റൽ സർജറി അല്ലെങ്കിൽ ഡെന്റൽ പ്രാക്ടീസിൽ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യണം. ഒരു കൊല്ലത്തേക്ക് അവർ ഫുള്ളി ബുക്ക്ഡ് ആണ്. അവർക്ക് ഇനി പുതിയതായിട്ടുള്ള പേഷ്യൻസിനെ എടുക്കുന്നില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ടാവും. അവർ നമ്മളെ എക്സ്റേ എടുക്കും പല്ലിൻ്റെ. അത് കഴിഞ്ഞിട്ട് അവർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യണം. അതായത് ഫില്ലിംഗ് അപ്പോൾ തന്നെ ഫില്ല് ചെയ്ത് തരുത്തൊന്നുമില്ല. ഇത് 3 ബാൻഡ്സ് ആയിട്ടാണ് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, വേദന എടുത്ത് ഇവിടെ സ്വെല്ലിംഗ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് 318 പൗണ്ട് അല്ല 500 പൗണ്ട് ചോദിച്ചാലും നമ്മൾ കൊടുത്തു പോകും. രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു. നമ്മൾ ഇത്രയേറെ കാശ് കൊടുക്കുന്നുണ്ടെങ്കിലും കൊടുക്കുന്ന കാശിനുള്ള മുതലാകുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് അവർ തരും. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിള്ളേർക്ക് ഫ്രീ ആണ്. NHS ഒരു ഡെന്റൽ സർവീസിൽ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി ഒരു പല്ലെടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല, അത് ഭയങ്കര ലോങ് വെയിറ്റ് ആണ്, ക്യൂ. എല്ലാവർക്കും നഴ്സസ് ഓൺ വീൽസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇവിടുത്തെ GP രജിസ്ട്രേഷൻ ചെയ്യുന്നതെന്ന്. ഇന്ന് വന്നേക്കുന്നത് ഞാൻ വേറൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ്. അതായത് നമ്മൾ എന്തിന് ഇവിടുത്തെ ഡെന്റൽ സർജറി അല്ലെങ്കിൽ ഡെന്റൽ പ്രാക്ടീസിൽ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അതൊരു തമാശയായിട്ട് തോന്നുമായിരിക്കും, ഇവിടുത്തെ ഡെന്റൽ പ്രാക്ടീസിൽ എന്തിനാണ്. പിന്നെ നമ്മൾ മലയാളികൾ പറയുന്നൊരു കാര്യമുണ്ട്, അയ്യോ UK ഡെന്റൽ സർജറിയിൽ അപ്പോയിൻമെൻറ്റ് ഭയങ്കര എക്സ്പെൻസീവാണ്. പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അത് 3 ബാൻഡായിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അതായത് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ അടുത്തുനിന്ന് ഇപ്പം ഏതാണ്ട് ഒരു 26 പൗണ്ട്സ് 80 pence ആണ് ജസ്റ്റ് ചെന്ന് ഒരു ഡോക്ടറെ കാണുന്നതിന് തന്നെ അവർ വാങ്ങിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി വല്ല ടൂത്ത് ഫില്ലിങ്ങോ വല്ലതും ചെയ്യുവാണെങ്കിൽ അതിന് അവർ അടുത്ത ബാൻഡിന് എത്രയോ 78 പൗണ്ട്സ് എങ്ങാണ്ടാണ്. അങ്ങനെ ഒരു 3 ബാൻഡായിട്ടാണ് അവർ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ആവശ്യം അനുസരിച്ച് 3 ബാൻഡ്. അപ്പോൾ മൂന്നാമത്തെ ബാൻഡ് എന്ന് പറഞ്ഞാൽ 380 പൗണ്ട്സോ എങ്ങാണ്ടാണ് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ. അതായത് എന്തെങ്കിലും റൂട്ട് കനാലോ അല്ലെങ്കിൽ പല്ല് വല്ലതും പല്ല് പോയി അത് വെക്കണം, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നതിനാണ് 380 പൗണ്ട്സ് ആണ്. അപ്പോൾ അത് എക്സ്പെൻസീവ് തന്നെയാണ്. പക്ഷേ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത്ര പൈസ കൊടുക്കാനുണ്ടായാലും ചില സമയത്ത് നമുക്ക് ഡെന്റൽ പ്രാക്ടീസിൽ അപ്പോയിൻമെൻറ്റ് കിട്ടാറില്ല എന്നുള്ളതാണ്. അതായത് ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവായിട്ടും കിട്ടാൻ ഏറ്റവും പാടായിട്ടുമുള്ള ഒരു ഒരു അപ്പോയിൻമെൻറ്റാണ് ഡെന്റൽ അപ്പോയിൻമെൻറ്റ്. അപ്പോൾ GP പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലണ്ടനിലായതുകൊണ്ട് നമുക്ക് മുക്കിന് 5 മിനിറ്റ് ഇടവിട്ട് ഓരോ GP പ്രാക്ടീസ് ഉണ്ട്. പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഡെന്റൽ പ്രാക്ടീസ് കുറവാണ്. അപ്പോൾ ഇച്ചിരി ഔട്ടറിലോട്ട് പോകുമ്പം എനിക്കറിയാം ഡെന്റൽ പ്രാക്ടീസുകൾ വളരെ കുറവാണ്. അവരാണെങ്കിൽ ലിമിറ്റഡ് പേഷ്യൻസിനെ എടുക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പം കൺട്രി സൈഡിൽ, അതായത് ഔട്ടർ ലണ്ടനിൽ താമസിക്കുന്നതാണ്, ഇപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി അടുത്തുള്ള ഒരു ഡെന്റൽ പ്രാക്ടീസിലൊന്ന് സംസാരിച്ച് നോക്കൂ. അതായത് ഒരു രജിസ്ട്രേഷൻ വേണമെന്ന് പറയുകയാണെങ്കിൽ അവർ പറയും വരുന്ന ഒരു കൊല്ലത്തേക്ക് അവർ ഫുള്ളി ബുക്ക്ഡ് ആണ്. അവർക്ക് ഇനി പുതിയതായിട്ടുള്ള പേഷ്യൻസിനെ എടുക്കുന്നില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ എന്താണ് പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ വായിൽ ഒരു ഡെന്റൽ ഒരു പ്രശ്നം വന്നു. അതായത് ഒരു ഫില്ലിങ് പോയിട്ട് നമുക്ക് വേദനയാണ്. ഇത് എവിടെ കൊണ്ടൊന്ന് കാണിക്കുക, ആരെങ്കിലും ഒന്ന് കാണിക്കണമല്ലോ. അപ്പോൾ NHSന് ഡെന്റൽ സർവീസ് ഉണ്ട്, പക്ഷേ അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. പക്ഷേ അതിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പല്ല് വായിൽ നിന്ന് ദ്രവിച്ച് മൊത്തത്തിൽ പോയാൽ പോലും അവിടുത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടത്തില്ല. അതുപോലത്തെ വെയിറ്റിംഗ് ലിസ്റ്റാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് 3 ബാൻഡ്സ് ആയിട്ടാണ് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിളിന് ഇപ്പോൾ നമ്മൾ മലയാളികൾ എല്ലാവരും നാട്ടിൽ പോകുമ്പം അറ്റ്ലീസ്റ്റ് ഒരു ദിവസം നമ്മളെ ഡെൻറ്റിസ്റ്റിനെ പോയി കണ്ട് നമ്മുടെ പല്ലുകളൊക്കെ ചെക്ക് ചെയ്യാറാണ് പതിവ്. സാധാരണ നാട്ടിൽ പോകുമ്പം നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യുന്നവരാണ്. ഞാനും കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോൾ, അതായത് ഏപ്രിൽ നാട്ടിൽ പോയപ്പോൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി പല്ലൊക്കെ ചെക്ക് ചെയ്ത് ഉണ്ടായിരുന്ന ഒരു ഓൾഡ് ഫില്ലിങ് മാറ്റി പുതിയ ഫില്ലിംഗ് ഒക്കെ ആക്കി അടിപൊളിയാക്കി സെറ്റാക്കി തിരിച്ച് വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഫില്ലിങ് ഇളകി അങ്ങ് പോയി. അവിടെ ആണെങ്കിൽ ഒരു മുട്ടനോട്ട. അപ്പോൾ ഇനി എന്തോ ചെയ്യാൻ പറ്റും? പണി കിട്ടി. കാരണം നാട്ടിലെന്നെ തിരിച്ചു പോയി എനിക്ക് ഫില്ലിങ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി എൻ്റെ ആകെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡെന്റൽ സർജറിയിൽ വിളിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കാന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഡെന്റൽ പ്രാക്ടീസിൽ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ആദ്യത്തെ അസസ്മെൻറ്റിന് തന്നെ 2 ആഴ്ച വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞു. അതായത് ഇനിയിപ്പോൾ എന്നെ വല്ല സ്വെല്ലിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആണ് ഇൻഫെക്ഷനായിട്ട് വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ GPനെ കണ്ട് ആൻറ്റിബയോട്ടിക് കഴിക്കാൻ പറഞ്ഞു. അല്ലാതെ അവർക്ക് ഇപ്പോൾ തൽക്കാലം കാണാൻ പറ്റത്തില്ല. അതാണ് അവരുടെ സെറ്റ്. അപ്പോൾ എനിക്കാണെങ്കിൽ വേദനയും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് ഫില്ലിങ് റീഫില്ല് ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് അപ്പോയിൻമെൻറ്റിന് ചെന്നു. അപ്പോൾ ഡോക്ടർ കണ്ടു. എന്നിട്ട് അതാണ് ഇനീഷ്യൽ അസസ്മെൻറ്റ്. അതായത് 26 പൗണ്ട്സ് 80 pence ആണെന്ന് തോന്നുന്നു. അത് കൊടുക്കുമ്പോൾ അവർ നമ്മളെ എക്സ്റേ എടുക്കും പല്ലിൻ്റെ. അത് കഴിഞ്ഞിട്ട് അവർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുകയാണ്. അതായത് ഫില്ലിംഗ് അപ്പോൾ തന്നെ ഫില്ല് ചെയ്ത് തരുത്തൊന്നുമില്ല. അവർ അടുത്തൊരു ദിവസത്തേക്ക് അപ്പോയിൻമെൻറ്റ് തരുവാണ്. നമ്മൾ എപ്പോഴാണ്, അതായത് ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ് ആണത്. അതാണ് ബാൻഡ് 1. അപ്പോൾ എന്നിട്ട് അപ്പോഴും അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് വീണ്ടും 2 ആഴ്ച വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ എന്നിട്ട് പറയും വേദന വല്ലതും ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ നമ്മളെ പറഞ്ഞു വിടും. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ദൈവാധീനം കൊണ്ട് ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അവർ ആദ്യം തന്നെ പറയുന്നത് രണ്ടാമത്തെ സ്റ്റേജിൻ്റെ പൈസ 78 പൗണ്ട്സ് ആണെന്ന് തോന്നുന്നു, 75 സംതിങ് ആണ്. അപ്പോൾ അതിനകത്തൊന്ന് ഈ 26 പൗണ്ട് 80 pence അവർ കുറയ്ക്കുക, ആദ്യത്തെ ബാക്കിയുള്ളത് അടച്ചാൽ മതി. എന്നിട്ട് ഡോക്ടറെ കാണുമ്പോൾ അവർ പല്ല് ഫില്ല് ചെയ്ത് തന്നു വിടും. അതായത് ബേസിക് ഫില്ലിങ്, പിന്നെ
റൂട്ട് കനാലിൻ്റെ ഇനിഷ്യൽ, അതായത് കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത റൂട്ട് കനാൽ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആ ഒരു അപ്പോയിൻമെൻറ്റിൽ അത് ഫിറ്റ് ആവുന്നത് അവർ 75 പൗണ്ട്സോ 78 പൗണ്ട്സിനകത്ത് ശരിയാക്കി തരും. ഇതിനകത്ത് ഒതുങ്ങാത്ത കാര്യങ്ങൾ, അതായത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റൂട്ട് കനാൽ, ഇൻഫെക്ഷൻ, ഓൺഗോയിങ് പ്രശ്നങ്ങളൊക്കെ ഉള്ളവരെ അവർ ആ ഒരു ബാൻഡ് 3യിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും. അതായത് 300 ആൻഡ് സംതിങ് പൗണ്ട്സ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, വേദന എടുത്ത് ഇവിടെ സ്വെല്ലിംഗ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് 318 പൗണ്ട് അല്ല 500 പൗണ്ട് ചോദിച്ചാലും നമ്മൾ കൊടുത്തു പോകും. അതാണ് അവസ്ഥ. അപ്പോൾ പക്ഷേ എനിക്ക് ഉണ്ടായിരുന്ന കാര്യം, ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഡെൻ്റൽ പ്രാക്ടീസിൽ എനിക്ക് ഇതുണ്ടായിരുന്നു, രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടികളില്ലേ, അതായത് എല്ലാ പിള്ളേർക്കും 18 ഇയേഴ്സിന് താഴെയുള്ള ഏജുള്ള പിള്ളേർക്ക് ഫ്രീ ആണ് ട്രീറ്റ്മെൻറ്റ്. അതായത് ഇപ്പോൾ കൊച്ചുങ്ങളുടെ പല്ലിന് എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ പല്ലിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അവർക്ക് പല്ലിന് ബ്രേസസ് ഇടണമെന്നുണ്ടെങ്കിൽ അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇവിടെ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 2 ആഴ്ച മുന്നേ എൻ്റെ മൂത്ത മോനാണെങ്കിൽ സ്വിമ്മിങ് ക്ലാസ്സിന് പോയിട്ട് അവിടെ ചെന്ന് എന്തോ പറ്റിയതാണെന്ന് അറിയത്തില്ല, പുതിയ ഫ്രണ്ടിലത്തെ ഒരു പല്ലിൻ്റെ സൈഡ് ചിപ്പായിപ്പോയി. അപ്പോൾ അത് ഷാർപ്പ് എഡ്ജാണെങ്കിൽ അവൻ്റെ വായിൽ കിടന്ന് ഉരഞ്ഞിട്ട് അവർ വേദന എടുക്കുക. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും, പുതിയ പല്ലുമാണ്, നമുക്ക് കൺസേൺ ആണ്, ഇനി ഇത് ചത്തുപോയിട്ട് കളർ മാറുമോ, അങ്ങനെ പേരൻസിന് ഉണ്ടാകുന്ന എല്ലാ സ്വാഭാവികമായ പ്രശ്നങ്ങളും എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്നേരം തന്നെ അവൻ്റെ ഡെൻ്റൽ പ്രാക്ടീസിൽ വിളിച്ചു. ഭാഗ്യത്തിന് അന്ന് തന്നെ അവർക്കൊരു എമർജൻസി അപ്പോയിൻമെൻറ്റ് ഉള്ളതുകൊണ്ട് അവർ കൊണ്ടുപോയി. അപ്പോൾ തന്നെ അവരതെല്ലാം ആ ചെറിയൊരു പ്രശ്നമുള്ളത് അവർ പുതിയ ഒരു സീലൻ്റ് വെച്ച് അത് പഴയ പല്ല് പോലാക്കി സെറ്റാക്കി തന്നു. കാര്യം നമ്മൾ ഇത്രയേറെ കാശ് കൊടുക്കുന്നുണ്ടെങ്കിലും കൊടുക്കുന്ന കാശിനുള്ള മുതലാകുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് അവർ തരും. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പിള്ളേർക്ക് ഫ്രീ ആണ്. ഞാൻ പറഞ്ഞില്ലേ, 18 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിള്ളേരെ നമ്മൾ 1 വയസ്സാകുമ്പോൾ തുടങ്ങി പിള്ളേരെ നമ്മൾ രജിസ്റ്റർ ചെയ്യുക GP പ്രാക്ടീസിൽ. എന്നിട്ട് അവിടെ കൊണ്ടുചെല്ലുക. ഒരു 6 മാസം ഇരിക്കുമ്പം നമ്മൾ അവരെ ഡെൻ്റൽ ചെക്കപ്പിന് കൊണ്ടുപോവുക. അവർ പിള്ളേരെ പല്ല് നോക്കും. അപ്പോൾ ഞാൻ എൻ്റെ 2 പേരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരിങ്ങോട്ട് വിളിച്ചിട്ട് പറയും പിള്ളേർക്കുള്ള ചെക്കപ്പിന് സമയമായി. അപ്പോൾ നമ്മൾ അവരെ ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത് അവിടെ ചെന്ന് ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിക്കുക. അവർ വായൊക്കെ ചെക്ക് ചെയ്തിട്ട് അഡ്വൈസ് തരും. പിന്നെ ഏതോ ഫ്ലൂറൈഡ് ക്രീമോ ഏതാണ്ടൊക്കെ തേച്ച് പല്ലിനെ ബലപ്പെടുത്താനാണെന്ന് പറഞ്ഞാൽ ഏതോ ക്രീമൊക്കെ തേച്ച് തരും. എന്തെങ്കിലും ആട്ടെ, എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അവിടെ ഒരു കൊണ്ടുപോകുന്ന ഒരു ബുദ്ധിമുട്ടേ നമുക്കുള്ളൂ. പിന്നെ വേറെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ നമുക്ക് മെറ്റേണിറ്റി എക്സംഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു അതിന് മുന്നേ ഒരു ഡെൻ്റൽ സർജറിയിൽ രജിസ്റ്റർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ മെറ്റേണിറ്റി എക്സംഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുക. അതായത് ഫ്രീ ഡെൻ്റൽ ചെക്കപ്പിന് വേണ്ടിയിട്ട് പല്ലിൽ എന്തെങ്കിലും ഡെൻ്റൽ കാരീസോ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് അത് ചെയ്തു തരും. അത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ മാത്രമല്ല, ഡെലിവറി കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം ടൈമിൽ നെക്സ്റ്റ് 12 മന്ത്സിനകത്ത്, അതായത് 1 വർഷം വരെ അത് വാലിഡാണ്. ഫ്രീ ഓഫ് കോസ്റ്റിൽ എന്ത് ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിലും ചെയ്യും. അതായത് നിങ്ങൾക്ക് ഒരു പല്ല് ക്ലീൻ ചെയ്യണമെന്ന് തോന്നുവാണ്, ജസ്റ്റ് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുക, പോവുക, ഇതൊക്കെ ചെയ്യിപ്പിക്കുക. ഇപ്പോൾ പ്രഗ്നൻസിയിലും പ്രസവം കഴിഞ്ഞ് 1 ഇയറിലും ഇതൊക്കെ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊന്നും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കുക. സത്യം പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയ ടൈമിലാണ് ആദ്യമായിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തത്. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഡെൻ്റൽ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വലിയ പാടാണെന്ന്. അതുകൊണ്ട് ഞാൻ ഈ 6 മാസം ഇരിക്കുമ്പോൾ അവർ വിളിക്കുമ്പോൾ ഞാൻ പോയിട്ട് ജസ്റ്റ് 26 പൗണ്ട്സ് കൊടുക്കും. വേറെ ഒന്നിനും കൊണ്ടല്ല, അവരില്ലെങ്കിൽ അവർ അവരുടെ രജിസ്റ്ററിൽ നിന്ന് എടുത്ത് മാറ്റും. ചെല്ലാത്ത പേഷ്യൻസിനെ, കുറേ നാളായിട്ട് വരാത്ത പേഷ്യൻസിനെ അവരുടെ രജിസ്റ്ററിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഒരു പുതിയ പേഷ്യൻസിനെ എടുക്കും. കാരണം അപ്പോയിൻമെൻറ്റിന് അത്ര ഭയങ്കര ഡിമാൻഡാണ് ഇവിടെ. അതുകൊണ്ട് ഞാൻ 6 മാസം ഇരിക്കും, ജസ്റ്റ് പല്ല് കാണിക്കും, 26 ഉണ്ടെങ്കിൽ 26 കൊണ്ട് കൊടുക്കും, തിരിച്ചു പോരും. കാരണം നമ്മൾ ആ ഡെൻ്റൽ രജിസ്ട്രിയിൽ അവരുടെ രജിസ്റ്ററിൽ ഇരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. പിന്നെ ഈ യൂണിവേഴ്സൽ ക്രെഡിറ്റ് ബെനിഫിറ്റ്സ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ നമുക്ക് അത് എത്രത്തോളം ഗുണമുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത് ഫ്രീ ആണ് അവർക്ക്. പിന്നെ ഞാൻ പറഞ്ഞല്ലേ, NHS ഉണ്ട് ഡെൻ്റൽ സർവീസ്. പക്ഷേ NHS ഒരു ഡെൻ്റൽ സർവീസിൽ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി ഒരു പല്ലെടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അത് ഭയങ്കര ലോങ് വെയിറ്റ് ആണ്, ക്യൂ. അതാണ് ഇവിടുത്തെ പ്രശ്നം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മുടെയൊക്കെ മനുഷ്യന്മാരുടെ കാര്യമാണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇറങ്ങി സ്ലിപ്പായി പല്ലെങ്ങാനും ഒന്ന് പോവോ, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയത് ഫിക്സ് ചെയ്യാൻ പറ്റും. അത്ര ഫീസിബിളാണ് നമ്മുടെ ഡെൻ്റൽ സർവീസ് നാട്ടിൽ. പൈസ കൊടുത്താൽ മതി, ഇതിൻ്റെ പകുതിയോ 4-1 ആകത്തുള്ളായിരിക്കും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം പല്ലിന് വന്നോ, തീർന്ന് പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ നമുക്കൊരു GP അപ്പോയിൻമെൻറ്റ് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഡെൻ്റൽ അപ്പോയിൻമെൻറ്റ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, GP അപ്പോയിൻമെൻറ്റ് കിട്ടാൻ എളുപ്പമാണ്. നമ്മൾ എവിടെയെങ്കിലും ചെന്ന് ഒരു GPയിൽ ചെന്നിട്ട് 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടും. പക്ഷേ അപ്പോയിൻമെൻ്റ് അല്ല, രജിസ്ട്രേഷൻ കിട്ടും. പക്ഷേ ഡെൻ്റൽ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വലിയ പാടാണ് രജിസ്ട്രേഷൻ. ഇതിനകത്ത് സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഇല്ലാത്തവർ അടുത്തുള്ള ഒരു ഡെൻ്റൽ സർവീസിൽ പോയിട്ട് ഒന്ന് ചോദിച്ചു നോക്കിയേ, നിങ്ങൾ ആളിനെ എടുക്കുന്നുണ്ടോ പുതിയതായിട്ടെന്ന്. ഞാൻ ഉറപ്പായിട്ടും പറയും, ഒരു 4 ഡെൻ്റൽ പ്രാക്ടീസിൽ
മൂന്നും പറയും ഇല്ല നമ്മൾ നമുക്ക് ഫുള്ളാണ്, നമ്മളിപ്പോൾ അടുത്ത ഇത്ര മാസത്തേക്കോ ഇത്ര വർഷത്തേക്കോ പേഷ്യൻസിനെ എടുക്കുന്നില്ല എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുവരെ ആരെങ്കിലും ഡെൻ്റൽ സർജറിയിൽ അപ്പോയിൻമെൻറ്റ് എടുക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോയിൻമെൻറ്റ് എടുക്കണം. പോയി അപ്പോയിൻമെൻറ്റ് എന്നല്ല, രജിസ്റ്റർ ചെയ്ത് വെക്കണം. എന്നിട്ട് ആ രജിസ്റ്ററിൽ നമ്മൾ ഉണ്ടെന്ന് ഉറപ്പാക്കുക. കാരണം ഡെൻ്റൽ പ്രോബ്ലംസ് ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം. അതുപോലെ കുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞില്ല, കുട്ടികളെയും കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുക, അവർ റെഗുലറായിട്ട് ചെക്കപ്പിന് കൊണ്ടുപോവുക, അവർ അഡ്വൈസ് എടുക്കുക, അതൊക്കെ ഒരു നല്ല കാര്യം ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ആർക്കെങ്കിലും ഒരു ഡെൻ്റൽ ഇൻഫെക്ഷൻ വരികയോ അല്ലെങ്കിൽ ഒരു പല്ലിലൊരു പോട് വന്നു അല്ലെങ്കിൽ ഫില്ലിങ് ഇളകിപ്പോയി ഭയങ്കരമായ വേദന, എന്തോ ചെയ്തിട്ടും മാറുന്നില്ല, നമുക്ക് നാട്ടിൽ പോയി പല്ല് ശരിയാക്കാനൊന്നും പറ്റത്തില്ല. അടുത്തുള്ള ഡെൻ്റൽ പ്രാക്ടീസിലൊക്കെ വിളിച്ച് നോക്കിയപ്പോഴും എങ്ങും നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല എന്നുള്ളൊരു കണ്ടീഷനാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുക നിയറസ്റ്റ് ഡെൻ്റൽ സർജറീസ്. അപ്പോൾ എന്നിട്ട് അതിനകത്ത് നമ്പർ എടുത്തിട്ട് ഓരോ സർജറിയിൽ വിളിച്ച് ചോദിക്കുക, അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വേഴ്സ്റ്റ് കേസ് സിനാരിയോ 111 വിളിച്ചിട്ട് അവരോട് പറയുക. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെയൊക്കെ ഡെൻ്റൽ സർജറീസ് കാണാൻ പറ്റും. ചില ഏരിയയിലൊക്കെ, മെജോറിറ്റി ഓഫ് ദി ഏരിയയിൽ അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഡെൻ്റൽ അപ്പോയിൻമെൻറ്റ്, അതൊരു ഫോൺ കോൾ ചെയ്തിട്ട് നമ്മൾ അസസ് ചെയ്യുന്ന ഒരു സർവീസസുമായിട്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തു തരാൻ മോസ്റ്റ് ഓഫ് ദി ടൈം പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ലിമിറ്റഡ് പ്രശ്നങ്ങളാണ്. ഈ ഡെൻ്റൽ പ്രാക്ടീസ് കുറവായതുകൊണ്ട് അവർക്കും ഹെൽപ്പ് ചെയ്യുന്നതിനകത്തൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ടൈം അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഗതികെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണെങ്കിൽ ഇതർ നിങ്ങൾ അടുത്തുള്ള 3-4 ഡെൻ്റൽ പ്രാക്ടീസുകളിൽ വിളിച്ച് ചോദിക്കുക, അവർ കാണുമെന്ന്. പക്ഷേ നമ്മളൊരു ഡെൻ്റൽ പ്രാക്ടീസിൽ വിളിക്കുമ്പോൾ ആദ്യം അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഏതെങ്കിലും ഡെൻ്റൽ രജിസ്ട്രേഷൻ ഉണ്ടോ എന്നാണ്. ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ പറയും നിങ്ങൾ പോയിട്ട് അവരെ കോൺടാക്ട് ചെയ്യുക, നമ്മൾ വേറൊരു പേഷ്യൻസിനെ എടുക്കുന്നില്ല എന്നായിരിക്കും ഫസ്റ്റ് അവർ പറയുന്നത്. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പറയും നമ്മൾ പേഷ്യൻസിനെ എടുക്കുന്നില്ല, നിങ്ങൾ 111 വിളിക്കുന്നതായിരിക്കും പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, നേരെ 111 വിളിക്കുക, അവർ എന്തെങ്കിലുമൊക്കെ സർവീസുകൾ നിങ്ങൾക്ക് തരും. അപ്പോൾ എനിക്ക് ഡെൻ്റൽ പ്രോബ്ലം വരത്തില്ല എന്ന് വിശ്വസിച്ചിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ പറ്റത്തില്ല, മനുഷ്യൻ്റെ കാര്യമാണ്. അതുകൊണ്ട് ഡെൻ്റൽ പ്രോബ്ലംസ് വന്നതിന് ശേഷം ഇത് ഏതാണ് സർജറി, എവിടെയാണ് രജിസ്ട്രേഷൻ എന്ന് കണ്ടുപിടിക്കാൻ ഓടി നടക്കാതെ, ഇത് നമ്മൾ നേരത്തെ തന്നെ ഇതൊക്കെ കണ്ടുപിടിച്ച് രജിസ്റ്റർ ചെയ്ത് വെച്ച് എല്ലാം സെറ്റാക്കി വെക്കുക. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാത്തവർ പോയി രജിസ്റ്റർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.